ഹലോ ഡിയസ്, നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലൂടെ വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്ന വീഡിയോ ആണ്. കാരണം ഈ സമയത്ത് പലരും ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇത് 5 സ്റ്റാർ ആണ്, ഇത് ആദ്യം പഠിക്കണം. അതുപോലെ തന്നെ A+ നേടേണ്ടവരാണെങ്കിൽ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് പറയും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഡൈപോൾ മൊമെന്റ്, ഇതിൻ്റെ SI യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ആക്സിയൽ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആണ്. ഇതായിരിക്കും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. ഇതൊരു 5 സ്റ്റാർ ഒരുപാട് തവണ വന്നതാണ്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു ഇക്വറ്റോറിയലാണ് വരാനുള്ള സാധ്യത. അപ്പോൾ അത് പോയിട്ട് പഠിച്ചോളൂ. അപ്പോൾ ഇതും പഠിച്ചോളൂ. ആക്സിയലിൻ്റെ സംഭവങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ അതിൻ്റെ ഷോർട്ട് ആക്കിയിട്ട് വളരെ പെട്ടെന്ന് അതിനകത്ത് എഴുതാവുന്ന രീതിയിൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്പുകൾ ഇതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ SI യൂണിറ്റ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഞാൻ പറഞ്ഞാൽ ഇക്വറ്റോറിയൽ പോയിന്റ് ആണ് ഇത്തവണ ചോദിക്കാൻ സാധ്യത ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചോളൂ കേട്ടോ. അപ്പം ഇത് പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് നിങ്ങൾ കഴിഞ്ഞ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ഇതിലെ തിയറി ഭാഗം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പം വളരെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ചിലപ്പോൾ 7 മാർക്ക് 9 മാർക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം. അതെന്താണ്, ഒരു ചാർജ്ഡ് ഒരു കണ്ടക്ടറിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്. ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നമ്മൾ മറ്റ് വസ്തുക്കളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് വെക്കാം എന്നുള്ളതാണ് ഷീൽഡിങ്. അപ്പം ഇതിനകത്ത് പിന്നെ കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ചാർജ് ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയാൽ എന്താകും, അതിനകത്ത് 4 ടൈംസ് ആകുമെന്നുള്ള സംഭവം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ചോദിക്കാറുണ്ട്, ഇതിനെന്താണ് ഫ്ലക്സ് ത്രൂ സർഫസ്. ഫ്ലക്സ് എന്താണ്, Q/ε0 ആണ് കേട്ടോ. ഫ്ലക്സ് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ Q ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, ചാർജ്. അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ചാർജിൻ്റെ ഇതൊക്കെ ആൻസറൊക്കെ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് സർഫസ് എന്ന് എപ്പോഴും എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, നോർമൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ട്രൂ ആണ്. പിന്നെ ഇതിനകത്ത് SI യൂണിറ്റ് ചോദിക്കാറുണ്ട്, N/Coulomb, NC-1 ഇലക്ട്രിക് ഫീൽഡിൻ്റെ. പിന്നെ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക്. അപ്പോൾ 2 തവണ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഡലിനും ചോദിച്ചു, നിങ്ങൾ അതിൻ്റെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗീവ്സ് ഇലക്ട്രോൺസ് ടു സിൽക്കാണ്, നിങ്ങൾക്കറിയാം. പിന്നെ അതിനകത്ത് എന്താണ് ഡൈപോൾ മൊമെന്റ്, അത് സ്കാലറാണോ വെക്ടറാണ് നമ്മൾ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ ആണ്. പിന്നെ ഇതും ഒരു 5 സ്റ്റാർ കാറ്റഗറിയാണ്. എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആകാമെന്ന് ചോദിക്കാറുണ്ട്, ടോർക്കിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട് ഡൈപോളുമായി ബന്ധപ്പെട്ട്. പിന്നെ മാക്സിമം ആകുന്നത് θ90 ആകുമ്പോഴാണ്. അപ്പോൾ മാക്സിമം വാല്യൂ എന്താണെന്ന് ചോദിക്കാറുണ്ട്, PE ചോദിക്കാറുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ്, ഇതൊരു 5 സ്റ്റാർ ക്വസ്റ്റൻ ആണ്, നിങ്ങൾ മസ്റ്റ് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റൻ തന്നെയാണ്. SI യൂണിറ്റ് സംഭവം, അതിനകത്ത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംഭവങ്ങൾ, അതിൻ്റെ ഡെഫിനിഷന് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ഇതെന്താണ്, ഒരു ചാർജ് എന്താണ് അത് ചോദിക്കാറുണ്ട്, ക്വാണ്ടൈസേഷൻ, അതിൻ്റെ ക്വാണ്ടൈസേഷൻ. അതുപോലെ തന്നെ ഡൈപോളിൻ്റെ എന്താണ്, ഇലക്ട്രിക് ഡൈപോൾ നെറ്റ് റിസൾട്ടിങ് ഫോഴ്സ്, അത് 0 ആണ്. പിന്നെ ഡൈപോളിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് ടോർക്ക് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ അതിനകത്ത് ചോദിക്കാറുണ്ട്. ടോട്ടൽ ചാർജ് എപ്പോഴും എന്താണ്, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് എന്നുള്ള സംഭവം ചോദിക്കാറുണ്ട്. പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ ഒരു എയറിൽ ഇത്രയാണ് ഫോഴ്സ്, പിന്നെ ഒരു മീഡിയത്തിൽ വെച്ചപ്പം ഫോഴ്സ് ഇത്രയായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വാല്യൂവിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാർജ്, വാട്ട് ഈസ് ഫ്ലക്സ് ത്രൂ സർഫസ്, ഫ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ Q/ε0 ആണ്, നിങ്ങൾക്കറിയാം. പിന്നെ ഏത് ലോ ആണ് ഫ്ലക്സുമായി ബന്ധപ്പെട്ട, ഗോസസ് ലോ ആണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം. പിന്നെ ഹൗ മെനി ഇലക്ട്രോൺസ്, ഒരു കൂളുമ്പിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കൂളുമ്പിൽ തന്ന കൂളുമ്പിന് ആ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ പിന്നെ കൂളംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അതിനകത്ത് ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചാർജുകൾക്കിടയിൽ ബലം സംഭവങ്ങൾ. പിന്നെ അത് നിങ്ങൾ ഇതൊക്കെ ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറി ആട്ടോ. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പഠിക്കണം കേട്ടോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മൾട്ടിപ്പിൾ ടൈംസ് വരാറുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നീട് നമ്മൾ കൂളംസ് ലോ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇതിപ്പോൾ ആക്സിയൽ ലൈൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 5 സ്റ്റാർ ആണെന്ന്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ചാർജ് ക്വാണ്ടൈസർ ആണ്, അതുപോലെ ചാർജ് അഡിറ്റീവ് ആണ്. ഈ റെഡിൽ എഴുതി പോയിന്റുകൾ പഠിച്ചാൽ മതി. പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ചാർജ് ക്വാണ്ടൈസർ, ചാർജ് അഡിറ്റീവ്, ചാർജ് കൺസർവേഡ്. അപ്പോൾ എന്താണ് കൺസർവേഷൻ എന്ന് ചോദിക്കാം. അങ്ങനെ ചാർജ് 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയാം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചോദിക്കട്ടോ, പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കും നെഗറ്റീവിലേക്കും നെഗറ്റീവിന് ഉള്ളിലേക്കും വരുന്ന രീതിയിൽ. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുക, കൂട്ടിമുട്ടില്ല. അതിൻ്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല, സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഗോസസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചോദിക്കാം. ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പോകുന്ന ഫ്ലക്സ് എന്താണ്, 1/ε0 ടൈംസ് നെറ്റ് ചാർജ് ഇൻസൈഡ് എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ഇത് നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ടു പ്ലെയിൻ ഷീറ്റ് ചോദിക്കാം. ഇത്തവണ ഞാൻ എല്ലാവരും എന്ത് ചെയ്യും, സ്ഫിയറും കണ്ടക്ടറും പഠിച്ചു പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത്തവണ അത് പ്ലെയിൻ ഷീറ്റാണ് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് ഇത് നോക്കി പോയിക്കോളൂ കേട്ടോ, പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ പ്ലെയിൻ ഷീറ്റിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് മസ്റ്റാണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രോപ്പർട്ടീസ്, നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം.
അതിനകത്ത് അപ്പം എ പ്ലസ് ഒക്കെ നേടേണ്ടവർക്ക് ഈ ടൈപ്പ് ക്വസ്റ്റൻ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്തുകൊണ്ട് ക്രോസ് ചെയ്യുന്നില്ല, ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ ആണ്, മസ്റ്റ് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ചിലപ്പം ഇതിനകത്ത് ഇതൊരു എന്താ പറയുക, ഇതൊരു എ പ്ലസ് ഒക്കെ നേടേണ്ടവരൊക്കെ ഈ ഒരു ക്വസ്റ്റൻ അറിഞ്ഞിരിക്കണം. എ പ്ലസിലെ ഡബിൾ പൈ ഇത് ചെയ്യുന്ന മെത്തേഡൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ചോദിക്കാറുണ്ട്, എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഫീൽഡാണ്. പിന്നെ ഡൈപോൾ മൊമെൻറ്റ്, അതിൻ്റെ ഇത് ടോർക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആട്ടോ. പിന്നെ ഇതിനകത്ത് ഫ്ലക്സ് ചോദിക്കാറ്, പോയിന്റ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഫ്ലക്സ് തന്നിട്ടുണ്ട്, പോയിന്റ് ചാർജാണ് ചോദിച്ചത്, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഗുണിക്കണം, മനസ്സിലായില്ലേ. Q = 5 × ε0. ഇതൊക്കെ ഇതിനകത്ത് ന്യൂമറിക്കൽസ് കാറ്റഗറി എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ പറഞ്ഞതാണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ, ഇതാ N/m², കൂളുംബ് ഇൻവേഴ്സ്. പിന്നെ ഇലക്ട്രിക് ചാർജ് ഒരു കണ്ടക്ടറിന് അകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് കണ്ടക്ടർ എന്താണ്, 0 ആണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ് ആൻഡ് കൂളുംസ് ലോ ഇങ്ങനെ ചോദിക്കട്ടോ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്, അത് തന്നെയാണ് കൂളുംസ് ലോ തന്നെയാണ്. പിന്നെ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യാനാണ്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഒക്കെ. പിന്നെ ഇത് കൂളുംസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഈ ന്യൂമറിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് ചെയ്യുന്ന രീതി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, കാരണം അത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് Z ആക്സിസ് ആണ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അതിനകത്ത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ പഠിക്കണം, അത് ചോദിക്കാറാണ്. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സും ചാർജൊക്കെ എന്താണ്, സ്കാലർ ക്വാണ്ടിറ്റീസ് ആണ്. പിന്നെ ഇത് നമ്മളിതിനകത്ത് ഇത് ഡൈപോളുമായി ടോർക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്, ഇതിന് ആൻസർ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം -Q ഫോഴ്സ് എപ്പോഴും എന്താണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, +Q മുകളിലോട്ടായിരിക്കും. അപ്പോൾ A+ ഒക്കെ നേടേണ്ടവർ ഇത്തരം ക്വസ്റ്റനുകളൊക്കെ അതിനകത്ത് എന്താണ്, പ്രാക്ടിക്കൽ ലെവലുള്ള ക്വസ്റ്റൻസ് ആണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, 5 സ്റ്റാറിൽ നമ്മൾ പറഞ്ഞതാണ് ലൈൻ ചാർജിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ അതിനിങ്ങനെ വരച്ചിട്ട് ലൈൻ ചാർജിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ ഗോഷിയൻ സർഫസ് ഇതാണ്. ഗോഷിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഇനി ഇമാജിനറി സർഫസ് ആണ്, മനസ്സിലായില്ലേ, വേർ ഗോഷസ് ലോ ക്യാൻ ബി അപ്ലൈഡ്. പിന്നെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ചോദിക്കാറുണ്ട്, കൂളുംബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ ആക്സിയൽ ലൈൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കൂളുംസ് ലോ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് സ്ക്വയർ ലോ, നമ്മുടെ കൂളുംസ് ലോനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഗോസസ് ലോയുടെ ആ ഒരു സംഭവം, മനസ്സിലായില്ലേ. ഇൻവേഴ്സ് സ്ക്വയർ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ഇല്ല, ആ സംഭവത്തിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഗോസസ് ലോയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഗോസസ് ലോ എനി സർഫസ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ക്ലോസ്ഡ് സർഫസ് ആയി കഴിഞ്ഞാൽ ഗോസസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതിനകത്ത് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ നോർമലി എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആട്ടോ, അല്ലാണ്ട് വെറുതെ യൂണിറ്റ് ഏരിയ ഇല്ല. നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ആണ്. യൂണിറ്റ് ഇല്ലെങ്കിൽ എന്താണ്, സാധാരണ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമ്മൾ പോളറൈസേഷൻ എന്നാണ് വിളിക്കുക. പിന്നെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്, അതൊക്കെ ചോദിക്കാം. ഇപ്പം നിങ്ങളുടെ മോഡലിന് വന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഇതിനകത്ത് ഇക്വറ്റോറിയൽ അത് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഈ ഒരു ന്യൂമറിക്കൽ കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ആ ഡൈപോളിൻ്റെ ന്യൂമറിക്കൽ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഡൈപോൾ മൊമെൻറ്റ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെന്റ് ഡെഫിനിഷൻ, ഡൈപോൾ മൊമെന്റിന്റെ ടോർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ ടോർക്ക് = ഇവിടെ എന്താ ചോദിച്ചത്, ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇതിനകത്ത് ഇത് ടോർക്ക് = നിങ്ങൾ P×C, അതിൻ്റെ കംപ്ലീറ്റ് ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് മാക്സിമം ആവാന്നൊക്കെ. പക്ഷേ ടോർക്കിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ ഇതിനകത്ത്. പിന്നെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ്, ആ നിങ്ങൾക്കറിയാം, കൂളുംബാണ് സംഭവങ്ങൾ. പിന്നെ ടോർക്കിൻ്റെ കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇതൊരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷനൊക്കെ പ്രാക്ടിക്കൽ ലെവലിൽ ഒരു എന്താ പറയുക, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് A+ നേടേണ്ടവർക്ക് ഇത് അതിനകത്ത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ പെർപെൻഡിക്കുലർ ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിന്ന്. അപ്പോൾ ടോർക്കിൻ്റെ ഡെറിവേഷൻ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ.